പ്രിയപ്പെട്ട സഹോദരൻ, എനിക്കൊരു മുജ്ജന്മ ബന്ധം പോലെ കിട്ടിയ സൗഹൃദവും സ്നേഹവുമാണ് മുരളിയുടേത്. ഞങ്ങൾ സാഹിത്യവേദിയിൽ വെച്ചാണ് പരിചയപ്പെട്ടതെങ്കിലും പിന്നീട് എല്ലാ വേദികളിലും ഞങ്ങൾ കണ്ടുമുട്ടും. അംഗപരിമിതരുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട്, സംസ്ഥാന വിദ്യാലയം. അവിടെ ഞങ്ങൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടാറുണ്ട്. ഞാനും വിചാരിക്കുന്നു ഇതൊക്കെ ഒരു പുണ്യമാണ്. മുരളി പലപ്പോഴും എന്നെ പല വേദികളിലേക്കും വിളിപ്പിക്കാറുണ്ട്, ക്ഷണിക്കാറുണ്ട്. അതുപോലെ തന്നെ രമ പരപ്പിൽ എന്ന ഗായികയെ വീണ്ടെടുത്ത ആള് മുരളിയാണ്. അവര് പഴയ ഗാനങ്ങൾ എത്രയും താളവും വൃത്തനിബദ്ധവും ചേരുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു കവിതയാവുമല്ലോ. അങ്ങനെ മനോഹരമായ കവിതകൾ മുരളി എഴുതാറുണ്ട്. മുരളിയെ കിട്ടിയ ഞാനൊരു കവിത ചൊല്ലിച്ച് വിടാറുള്ളൂ എപ്പോഴും. അതൊരു വലിയ ഇഷ്ടമാണ്. ഒരു സഹോദരനോടുള്ള ഇഷ്ടം, ഒരു കൂടപ്പുറപ്പിനോടുള്ള ഇഷ്ടം. അത് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ മുരളിയുടെ മനസ്സിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എനിക്ക് എന്നും അറിയാം. കാരണം എപ്പോഴും ചോദിക്കാറുണ്ട് സമരത്തിന്റെ. ഇപ്പോൾ ഇത് ഇപ്പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഒരു ഇടപെടൽ മുരളി ഇവിടെ എത്തിയത്. ഒഴിവുള്ള ദിവസങ്ങൾ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളിവിടെ ഇടതടവില്ലാതെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ, ഞങ്ങൾ കുറച്ചുപേരൊക്കെ എപ്പോഴും ഉണ്ടാകും. വാർഷികമാണ് ഓഗസ്റ്റ് 14. 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ് സമരം. സമരം 2ാം വർഷത്തേക്ക് കിടക്കുന്ന വല്ല ഉത്സവം ആഘോഷം കിടക്കുന്ന പോലെ കരുതണ്ട. വളരെ മാനസികമായും ശാരീരികമായും ത്യാഗങ്ങൾ സഹിച്ചാണ് ഞങ്ങൾ ഈ സമരം കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെയൊക്കെ പ്രൊഫഷനിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുകയും അത് അത്തരത്തിലൊക്കെ അവിടെ സമാധാനം കവിതയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഉഷ നക്ഷത്രത്തിന് സമാസിക്കാൻ ഉഷ നക്ഷത്രം എന്നാ വേണ്ടി അതിന്റെ മനസ്സിൽ ഒരു ശിലാലിഖിതം പോലെ കിടക്കുകയാണ് ഉപദേശം. കവിതയൊന്നും ഇപ്പൊ എഴുതാറില്ല. അങ്ങനെ ആ വാസന തന്നെ. വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം തീരെ പ്രതീക്ഷിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. അത് സുജാതയ്ക്ക് ഇവിടെ വിളിച്ച സമയത്ത് എന്താ സംഭവിച്ചിട്ടല്ലേ പെട്ടെന്ന് ഞാൻ നോക്കിയ സമയത്ത് സംഭവിക്കും. വളരെ സന്തോഷം. പിന്നെ സാറിനെ കാണാൻ പറ്റി, സാറിന്റെ കൂടെ ഇരിക്കാൻ പറ്റി. ഇത് ഒന്നായാൽ നന്നായിരുന്നു, സാറിനായാലും അതെ. അപ്പൊ മാഷെ കുറിച്ച് കൂടെ അനുസരിക്കാനുള്ള ഒരു സംഭവമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഒന്നായാൽ നന്നായെന്നു നീ ഗുരുനാഥൻ, കുഞ്ഞാകാലെന്നോ മനവും മോഹിച്ചു, കുഞ്ഞായിട്ടു രമിക്കാൻ തോന്നിയ കവിയോ എൻ ഗുരുനാഥൻ, കവിതന്നോരി കവിതയും അറിവും മലയാളത്തിൻ പുണ്യം, മലയാളി മറക്കുകയില്ല മഹാരഥ നേറിയ പൊക്കം, വാക്കിന്റെ അറ്റം കൂർപ്പിച്ചെന്നും ചേർത്തിടും ഒരു ചങ്കൂറ്റം. അതായിരുന്നു മാഷ്. വാക്കിന്റെ അറ്റം കൂർപ്പിച്ചുകൊണ്ടേയിരിക്കാൻ മാഷ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ട് ദൈവം 4ാം സ്ഥാനം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ ഈ ദിവസത്തെ വലിയൊരു പ്രത്യേകത, ഇന്നിപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള ഈ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇത് പ്രചോദനമാവട്ടെ. മദ്യത്തിൽ നിന്നും അടിമകളായോ അറിവിന്റെ ഭാവി തുലച്ചോർ, നൊന്തുപെറ്റോ തന്റെ മക്കൾക്കു വേണ്ടി പാലിത്തരടിച്ചാടി. വളരെ സന്തോഷം. ഞാൻ അത്യാവശ്യമായിട്ട് കണക്കാക്കി പോവാൻ അപ്പോഴാണ് വിളിച്ചത്. ഏതായാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിന് ഈശോ ദൈവത്തിന്റെ ഒരു പുണ്യം എന്ന് ഞാൻ ചിന്തിക്കുന്നു. യുവജന കാണിക്കുന്ന സന്തോഷമുണ്ട്, മറ്റുള്ള എല്ലാവരെയും കാണിക്കുന്ന സന്തോഷമുണ്ട്. തീരാ ദുഃഖങ്ങളുടെയും പീഡനത്തിന്റെയും വേദനയ്ക്കുമ്പോൾ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, കവിതയെ മാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ മധ്യവിധ സമയം എല്ലാവരോടും എന്റെ സ്നേഹം. ഓക്കെ, താങ്ക് യു.